കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. എല്ലാ അനുമതിയും ലഭിച്ച ശേഷം നിർമ്മാണം തുടങ്ങിയാൽ പദ്ധതി അനിശ്ചിതമായി നീളുമെന്നും അതിനാലാണ് മറ്റ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്ഘാടനം ജനങ്ങളെ വഞ്ചിക്കലാണെന്ന് ആരോപിച്ച് സിപിഎം പ്രവർത്തകർ ഉദ്ഘാടന വേദിക്ക് പുറത്ത് റോഡ് ഉപരോധിച്ചു. ലൈറ്റ് മെട്രോ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ജനങ്ങളെ കബളിപ്പിക്കലാണെന്ന ഇടത് ആരോപണത്തിന് കൊച്ചി മെട്രോയുടെ നിർമ്മാണം ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അന്തിമാനുമതിക്കായി കാത്തിരുന്നുവെങ്കിൽ കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകാൻ ഇനിയും വർഷങ്ങളെടുക്കുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് 1 മാസത്തിനുള്ളിൽ കൊച്ചി മെട്രോയ്ക്ക് കേന്ദ്രാനുമതി ലഭിച്ചു. ഇത് അറിയാത്തവരല്ല ലൈറ്റ് മെട്രോ പദ്ധതിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലൈറ്റ് മെട്രോ യാഥാർത്ഥ്യമാക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് ഇത് ഒരു അനുമതിയുമില്ലാതെ ഒരു നടപടിയുമില്ലാതെ ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് എന്ന പ്രചരണം വളരെ നിർഭാഗ്യകരമായി. പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്, DMRC ഉപദേഷ്ടാവ് E ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട്, തിരുവനന്തപുരം ലൈറ്റ് മെട്രോകളുടെ നിർമ്മാണ പ്രവർത്തനം ഒരേ സമയം നടത്തിയാൽ സർക്കാരിന് പദ്ധതി ചെലവ് വളരെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് E ശ്രീധരൻ പറഞ്ഞു. ലൈറ്റ് മെട്രോയുടെ ആദ്യഘട്ടം 4 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടത് പ്രതിഷേധത്തെ തുടർന്ന് കനത്ത സുരക്ഷയിലാണ് ലൈറ്റ് മെട്രോ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നത്. മീഡിയ 1 കോഴിക്കോട്.